അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് എന്തായാലും വരുമെന്ന് ഉറപ്പിക്കാവുന്ന പോയിട്രി റിവ്യൂ, അതുപോലെ തന്നെ പോയിട്രി അപ്രീസിയേഷൻ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ട കണ്ടൻറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിവ്യൂ ഓഫ് ദ പോയംസ്. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ പഠിക്കുന്നത് എനി വുമൺ എന്നുള്ള പോയമിൻ്റെ റിവ്യൂ ആണ്. സോ എനി വുമൺ ഈസ് എ മീനിങ് ഫുൾ പോയം. എനി വുമൺ അർത്ഥവത്തായ ഒരു കവിതയാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ് കാതറിൻ ടൈനാൻ. വളരെ പ്രശസ്തനായ പിന്നെ കവിയത്രിയായ കാതറിൻ ടൈനാനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വുമൺ ഈസ് ദ പില്ലർ ആൻഡ് കീ സ്റ്റോൺ ഓഫ് ദ ഹൗസ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിത്തറയായിരിക്കുന്ന കല്ലും അതുപോലെ അതിൻ്റെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന പില്ലറും സ്ത്രീയാണ് എന്നാണ് പറയേണ്ടത്. ചിൽഡ്രൻ ഗെറ്റ് ലവ് ആൻഡ് അഫെക്ഷൻ ഫ്രം ദ മദർ. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുട്ടികൾക്ക് സ്നേഹവും അതുപോലെ തന്നെ വാത്സല്യവും ഒക്കെ തന്നെ ലഭിക്കുന്നത് പിന്നെ അവരുടെ അമ്മയിൽ നിന്നാണ്. മദർ ഹോൾഡ്സ് ദ ഫാമിലി ടുഗദർ. അമ്മയാണ് ആ കുടുംബാംഗങ്ങളെല്ലാം എന്താ പറയുക വളരെ അടുത്ത രീതിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. മദർ ഈസ് ദ ഫൗണ്ടേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെക്കറേഷൻ ഓഫ് ദ ഹൗസ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ അടിത്തറയും ആ വീടിൻ്റെ സംരക്ഷണവും ആ വീടിൻ്റെ അലങ്കാരവും അമ്മയാണ്. ദ പോയം എൻഡ്സ് വിത്ത് എ പ്രയർ ടു ദ ഗോഡ്. ഈ കവിത അവസാനിക്കുന്നത് ദൈവത്തോടുള്ള പ്രാർത്ഥനയോടു കൂടിയാണ്. ദ പോയം ഈസ് ഫുൾ ഓഫ് മെറ്റാഫേഴ്സ്. ഈ കവിതയിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മെറ്റാഫറുകളാണ്, അഥവാ പിന്നെ രൂപാലങ്കാരങ്ങൾ എന്നൊക്കെ പറയുന്ന മെറ്റാഫേഴ്സാണ്. ദാറ്റ് മേക്സ് ദ പോയം വെരി എഫക്റ്റീവ്. അതാണ് ഈ കവിത ഏറ്റവും കൂടുതൽ എഫക്റ്റീവാക്കി മാറ്റുന്നത്, കാര്യപ്രാപ്തിയുള്ള, കാര്യശേഷിയുള്ള, അട്രാക്റ്റീവായിട്ടുള്ള കവിതയാക്കി മാറ്റുന്നത്. ഇതോടെ നമ്മൾ എനി വുമൺ എന്ന കവിതയുടെ സമ്മറി കഴിഞ്ഞു. നമ്മൾ നോക്കാനുള്ളത് മെൻഡിങ് വാളാണ്. മെൻഡിങ് വാൾ ഇസ് എ സിംബോളിക് പോയം. മെൻഡിങ് വാൾ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രതീകാത്മക കവിതയാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ്. ഫേമസ് ആയ ഇംഗ്ലീഷ് കവി റോബർട്ട് ഫ്രോസ്റ്റാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഹാസ് എ ഗുഡ് തീം. ഈ കവിതയ്ക്ക് നല്ലൊരു തീമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ദ പോയറ്റ് സെയ്സ് ദാറ്റ് നേച്ചർ ഈസ് അഗെയിൻസ്റ്റ് വാൾ. കവി പറയുകയാണ് ഈ പിന്നെ പ്രകൃതി തന്നെയും മതിലിനെതിരാണ്. കാരണം ഓരോ വർഷവും മോശമായ കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ മതിൽ പിന്നെ അടർന്നു വീണുകൊണ്ട് അത് കേടുവരാനുള്ള കാരണം നമ്മുടെ പ്രകൃതി തന്നെയും മതിലിനെതിരായതുകൊണ്ടാണ് എന്നാണ് കവിയുടെ അഭിപ്രായം. ദ പോയറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ വാൾ. കവി എന്തായാലും വാളിനെതിരാണ്, അത്തരമൊരു മതിൽ വെക്കുന്നതിനെതിരാണ്. നെയ്ബർ സപ്പോർട്ട്സ് ദ വാൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അയൽവാസിയാവട്ടെ ഇത്തരം ഒരു മതിലിനെ അദ്ദേഹം പിന്താങ്ങുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഹീ സെയ്സ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അദ്ദേഹം പറയുകയാണ് നല്ല വേലികളും നല്ല മതിലുകളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അത് നല്ല അയൽക്കാരെ സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ അയൽവാസി പറയുന്നത്. ദ പോയറ്റ് ഈസ് മോഡേൺ ബട്ട് ദ നെയ്ബർ ഈസ് കൺസർവേറ്റീവ്. കവി ഒരു ആധുനിക ചിന്താഗതിയുള്ള ആളും എന്നാൽ അദ്ദേഹത്തിൻ്റെ അയൽവാസിയാവട്ടെ പിന്നെ കൺസർവേറ്റീവായ ഒരു പഴഞ്ചൻ ചിന്താഗതിയുള്ള വ്യക്തിയുമാണ്. ദ നെയ്ബർ ഓൾവേസ് ഫോളോസ് ദ വേർഡ്സ് ഓഫ് ഹിസ് ഫാദർ. ഈ അയൽവാസി എല്ലായ്പ്പോഴും ഫോളോ ചെയ്യുന്നത്, അനുധാവനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ വാക്കുകളെയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവും അവരൊക്കെ പറഞ്ഞ വാക്കുകളെയും ചെയ്തികളെയുമാണ് ഈ അയൽവാസി ഫോളോ ചെയ്യേണ്ടത്. ദ പോയം ഗിവ്സ് എ ഗുഡ് മെസ്സേജ്. ഈ കവിത നമുക്ക് നല്ലൊരു മെസ്സേജാണ് നൽകുന്നത്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് സച്ച് ആസ് പേഴ്സണിഫിക്കേഷൻ ആൻഡ് മെറ്റാഫേഴ്സ്. പേഴ്സണിഫിക്കേഷൻ എന്നും മെറ്റാഫർ പോലൊക്കെയുള്ള പിന്നെ അലങ്കാരങ്ങൾ, ഫിഗർ ലാംഗ്വേജുകൾ കവി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി ആ ഒരു പോയം കഴിയാണ്. നമുക്ക് തേർഡ് പോയം നോക്കാം. സ്റ്റാമർ ഈസ് എ പോയം റിട്ടൺ ബൈ സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്. എന്നാൽ സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു അംഗവൈകല്യം ആയിട്ട് പരിഗണിക്കുന്നില്ല. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരമായിട്ടാണ് സ്റ്റാമറിനെ കാണുന്നത്. ഇറ്റ് ഈസ് എ ലാംഗ്വേജ്. അതൊരു ഭാഷയുമാണ്. വെൻ ഓൾ പീപ്പിൾ സ്റ്റാമർ ഇറ്റ് ബിക്കംസ് ദെയർ മദർ ടങ്.
ഇങ്ങനെ ഒരു നാട്ടിലെ എല്ലാ ആളുകളും സംസാരിക്കുമ്പോൾ സ്റ്റാമർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ആ സ്റ്റാമറിങ് അവരുടെ മാതൃഭാഷയായിട്ട് മാറിയേക്കാം. ഇനി എവരിബഡി സ്റ്റാമേഴ്സ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിലെ എല്ലാ ആളുകൾക്കും സ്റ്റാമർ വരുന്നുണ്ട്, സംസാരിക്കുമ്പോൾ വിക്കൽ വരുന്നുണ്ട്. ഈവൻ ഗോഡ് മൈറ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹീ ക്രിയേറ്റഡ് എ മാൻ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതായ സമയത്ത് ദൈവത്തിനും വിക്കലുണ്ടായിരുന്നിരിക്കണം, ദൈവത്തിന് പോലും വിക്കലുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം സൃഷ്ടിച്ച മനുഷ്യനും വിക്കലുണ്ടായത്. സ്റ്റാമർ ഈസ് എ മീനിങ് ഫുൾ പോയം. സ്റ്റാമർ വളരെയധികം അർത്ഥവത്തായ ഒരു കവിതയാണ്. ഇറ്റ് ഹാസ് എ ഗുഡ് മെസ്സേജ്. നമ്മോട് പറയാനുള്ളത് ആ കവിതയ്ക്ക് നല്ലൊരു മെസ്സേജാണ്. ഇതോടെ നമ്മൾ ആ കവിത കഴിഞ്ഞു. നമുക്ക് റൈസ് എന്ന കവിതയിലേക്ക് പോവാം. റൈസ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ. ചെമ്മനം ചാക്കോ എഴുതിയ വളരെ മനോഹരമായ ഒരു കവിതയാണ് റൈസ് അഥവാ നെല്ല് എന്ന കവിത. The poem says that farmers of Kerala are not interested in food crops. കേരളത്തിലെ കർഷകർക്ക് ഭക്ഷ്യവിളകളിൽ, ഫുഡ് ക്രോപ്സ് ഭക്ഷ്യവിളകളിൽ താല്പര്യമില്ല എന്നാണ് കവി പറയുന്നത്. ഫാർമേഴ്സ് പ്ലാന്റ് റബ്ബർ, കോക്കനട്ട്, അരിക്കനട്ട് പാംസ്. ഈ ഫാർമേഴ്സ് കർഷകരൊക്കെ തന്നെ ഇത്തരം കൃഷി, റൈസിൻ്റെ, നെല്ലിൻ്റെ, പാഡി കൃഷി ചെയ്യാതെ അവർ റബ്ബറിൻ്റെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും മാത്രമല്ല കവുങ്ങ്, അരിക്കനട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കവുങ്ങാണ് അവർ വെച്ച് പിടിപ്പിക്കുന്നത്. ദ പോയറ്റ് വാസ് ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കിര റൈസ്. വടക്കേ ഇന്ത്യയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിട്ട് 5 വർഷം ചെലവഴിച്ച് അവിടുന്ന് നാട്ടിലെ അത്തിക്കിര എന്ന മുന്തിയ ഇനം റൈസ്, ചോറ് അഥവാ അത്തിക്കിര അരി കൊണ്ട് വെച്ച ചോറ് കഴിക്കാനുള്ള വലിയ ആഗ്രഹമുള്ള ആളാണ് കവി. ഈഗർ എന്ന് പറഞ്ഞാൽ ആഗ്രഹമുള്ളവൻ. ബട്ട് ഹീ സോ ഹിസ് ബ്രദർ ബ്രിങ്ങിങ് വീറ്റ് ഫ്രം ദ റേഷൻ ഷോപ്പ്. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നതായ സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് കവി കാണുന്ന എന്താണ്? അദ്ദേഹത്തിൻ്റെ സഹോദരൻ അടുത്ത റേഷൻ ഷോപ്പിൽ നിന്ന് ഗോതമ്പ് വാങ്ങിച്ച് വരുന്നതാണ്, റേഷനായ ഗോതമ്പ് വാങ്ങിച്ച് വരുന്നതാണ്. ഫാർമേഴ്സ് തിങ്ക് ദാറ്റ് റബ്ബർ ഈസ് പ്രോഫിറ്റബിൾ. നമ്മുടെ നാട്ടിൽ റൈസിൻ്റെ ഫാമിങ്ങൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരം റബ്ബറുകൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് കൂടുതൽ ലാഭകരം, പ്രോഫിറ്റബിൾ എന്ന് കർഷകർ ചിന്തിക്കുകയാണ്. ദ പോയം ഈസ് എ സറ്റയർ. ഈ കവിത ഒരു ആക്ഷേപഹാസ്യമാണ്. ദ പോയം ഹാസ് എ ഗുഡ് മെസ്സേജ്. ഈ കവിതയ്ക്ക് നിങ്ങളുമായിട്ട് മെസ്സേജ് ചെയ്യാനുള്ളത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നല്ലൊരു മെസ്സേജാണ്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഇദ്ദേഹം പലതരം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ഷിപ്പ് ഓഫ് ദ സ്കൈ ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റാഫർ. അദ്ദേഹം ഈ കവിതയിൽ യൂസ് ചെയ്ത മെറ്റാഫർ എന്ന അലങ്കാരത്തിന് ഉത്തമ ഉദാഹരണമാണ് ഷിപ്പ് ഓഫ് ദ സ്കൈ അഥവാ ആകാശത്തെ കപ്പൽ. ഈ ആകാശത്തെ കപ്പൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി യൂസ് ചെയ്യുന്നത് വിമാനത്തിനെ സൂചിപ്പിക്കാനാണ്. ഓക്കെ, നമുക്ക് അവസാനത്തെ പോയിട്രി നോക്കാം. ദിസ് ഈസ് ഗോയിങ് ടു ലിറ്റിൽ ബിറ്റ് ഹാർട്ട്. ഓക്കെ, ദിസ് ഈസ് ഗോയിങ് ടു ഹാർട്ട് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോയം. ഈ കവിത വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയമാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഉഗ്ദനാഷ്. ഉഗ്ദനാഷ് എന്ന എഴുത്തുകാരനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. സിറ്റിംഗ് ഇൻ എ ഡെൻറ്റിസ്റ്റ് ചെയർ ഈസ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. ഒരു ദന്ത ഡോക്ടറുടെ കസേരയിൽ അദ്ദേഹത്തിന് മുമ്പിൽ പോയിരിക്കുക എന്നുള്ളത് വളരെയധികം വേദനാജനകമായ ഒരു അനുഭവമായിട്ടാണ് കവിക്ക് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് കോസസ് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പെയിൻ. കേവലം മാനസികമായ വേദന മാത്രമല്ല, ശാരീരികമായ വേദനയും ഉണ്ടാകുന്നു. ദ ഡെൻറ്റിസ്റ്റ് ഈസ് പോളിഷിങ് അവർ ടീത്ത്. ഡെൻറ്റിസ്റ്റ് നമ്മുടെ പല്ലുകളെ അദ്ദേഹം പോളിഷ് ചെയ്യുകയാണ്. ബട്ട് വി ഫീൽ ദാറ്റ് ഹീ ഈസ് ഡിമോളിഷിങ് അവർ ടീത്ത്. എന്നാൽ നമ്മുടെ പല്ലുകളെ അദ്ദേഹം ഡിമോളിഷ് ചെയ്യുക, തകർക്കുകയാണ് എന്നാണ് നമുക്ക് തോന്നുക. വി ലൂസ് അവർ കൺട്രോൾ. നമുക്ക് പലപ്പോഴും നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടേക്കാം. വി ക്യാൻ ബി സ്മാർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡെൻറ്റിസ്റ്റ്. ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ മുമ്പിൽ ഒരിക്കലും നമുക്ക് സ്മാർട്ടായിരിക്കാൻ കഴിയില്ല. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഇതിലും കവി ധാരാളം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ദ മൗത്ത് ഈസ് കമ്പയർഡ് ടു എ സെക്ഷൻ ഓഫ് റോഡ്. ഇവിടെ ഈ കവിതയിൽ അദ്ദേഹം മനുഷ്യൻ്റെ വായയെ അദ്ദേഹം റോഡിനോട്
കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് സച്ച് ആസ് സിമിലി, മെറ്റാഫർ ആൻഡ് പാരഡോക്സ്. സിമിലി പോലെയും മെറ്റാഫർ പോലെയും പാരഡോക്സ് പോലെയുമുള്ള പലതരം ഫിഗർ ഓഫ് സ്പീച്ച് കവി യൂസ് ചെയ്യുന്നുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെസൺ പോയം ഉൾപ്പെടെയുള്ള ലെസൻ്റെ ഭാഗത്തെ സമ്മറി പഠിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അടുത്ത +2 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വരുന്ന പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചുകളാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് നോമിത എന്ന ക്യാരക്ടർ സ്കെച്ചാണ്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് എന്ന ഷോർട്ട് സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രമാണ് നോമിത. നോമിത ഈസ് ദ വൈഫ് ഓഫ് അജിത്. നോമിത അജിത്തിൻ്റെ വൈഫാണ്. ഈ കഥയിലെ മാച്ച് ബോക്സ് എന്ന കഥയിൽ നോമിതയുടെ ഹസ്ബൻഡായി വരുന്ന സമ്പന്നനായ വ്യക്തിയാണ് അജിത്ത്. ഷീ കംസ് ഫ്രം എ പുവർ ഫാമിലി. അവൾ വരുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. ഷീ ഈസ് വെരി ബോൾഡ് ആൻഡ് കറേജസ്. അവൾ വളരെയധികം ധൈര്യമുള്ള പെൺകുട്ടിയും അതേസമയം എന്ത് കാര്യങ്ങൾക്കും ധീരമായി നടപടിയെടുക്കുന്നവളുമാണ്. അജിത്ത്, ഹർ ഹസ്ബൻഡ്, ഓൾവേസ് റീഡ്സ് ലെറ്റേഴ്സ് സെൻഡ് ബൈ ഹർ മദർ വിത്തൗട്ട് ഹർ പെർമിഷൻ. അവൾ അനുവാദമില്ലാതെ പിന്നെ അവൾക്ക് വരുന്ന കത്തുകൾ അജിത്ത് പൊട്ടിച്ച് വായിക്കുന്നു. ആ കത്തുകളാവട്ടെ അവളുടെ അമ്മയാണ് അയക്കുന്നത്. ആൻഡ് ഹി ഓൾവേസ് ഇൻസൾട്ട് ഹർ. ഈ കത്ത് വായിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ അവളെ പലപ്പോഴും ഇൻസൾട്ട് ചെയ്യാൻ അയാൾ തയ്യാറാകുന്നു. ഷീ ക്വസ്റ്റ്യൻസ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹർ ഹസ്ബൻഡ്. തൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ ഒരു മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന മനോഭാവമാണ്. ഈ മനോഭാവത്തെയാണ് അവൾ ചോദ്യം ചെയ്യുന്നത്. ഷീ ട്രൈസ് ടു ഫയർ ഹർ ആംഗോൾ ഓഫ് ഹർ സാരി വെൻ ഹർ ഹസ്ബൻഡ് മിസ്ട്രീറ്റ് ഹർ. തൻ്റെ ഭർത്താവ് തന്നോട് മോശമായി പെരുമാറിയപ്പോൾ, അതായത് അവളെ ഭർത്താവ് അവളോട് മോശമായി പെരുമാറിയപ്പോൾ അവൾ തൻ്റെ സാരിക്ക് തീ കൊടുക്കാൻ വരെ തയ്യാറാകുന്നു. അവളിവിടെ സൂയിസൈഡ് ചെയ്യാനാണ് അവൾ ഒരുങ്ങുന്നത്. നോമിത ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ. നോമിതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൾ ഒരു മാതൃകാപരമായ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായ ഇന്ത്യൻ സ്ത്രീയാണ്. അപ്പോൾ സാധാരണക്കാരിയായ ഇന്ത്യൻ സ്ത്രീയിൽ കാണാവുന്ന എല്ലാ വശങ്ങളും, എല്ലാ സ്വഭാവ വശങ്ങളും അവൾക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, +2 സേവിയർ എക്സാമിനായി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് രത്ന എന്ന് പറയുന്ന നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലെ 4th ലെസനായ ഹൊരഗല്ലു എന്ന ലെസണിലെ പിന്നെ രണ്ടാമത്തെ കഥാപാത്രമായിട്ടൊക്കെ അറിയപ്പെടുന്ന രത്ന എന്ന പിന്നെ എഴുത്തുകാരിയുടെ ഒരു സഹപ്രവർത്തക കൂടിയായ പിന്നെ സ്ത്രീയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്. രത്ന ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ഹൊരഗല്ലു. ഹൊരഗല്ലു എന്ന ആ ഒരു ലെസണിലെ ഇമ്പോർട്ടൻ്റായ ഒരു കഥാപാത്രമാണ് രത്ന. രത്ന ഈസ് എ കൊളീഗ് ഓഫ് സുധാമൂർത്തി. സുധാമൂർത്തിയുടെ ഒരു കൊളീഗാണ്, ഒരു സഹപ്രവർത്തകയാണ് രത്ന. രത്ന ഈസ് എ ലിവിങ് ഹൊരഗല്ലു. രത്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരു ഹൊരഗല്ലുവാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് തൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ തലയിലുള്ള ഭാരം ചുമലിലുള്ള ഭാരം ഇറക്കി വെക്കുന്ന വസ്തുവിനെയാണ് ഇവിടെ ഹൊരഗല്ലു എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഓരോ ആൾക്കുമുള്ള മാനസിക ഭാരം, മനസ്സിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ മറ്റുള്ള ആളിനോട് തുറന്നു പറയുമ്പോൾ ഈ പറയുന്ന ആൾ തൻ്റെ മനസ്സിലെ മാനസികമായ വിഷമങ്ങളും ആ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കേൾക്കുന്ന ആൾ ആണ് ഹൊരഗല്ലു ആയി അറിയപ്പെടുന്നത്. മറ്റുള്ളവർ പിന്നെ രത്നയോട് വിഷമങ്ങൾ പറയുമ്പോൾ ആ വിഷമങ്ങൾ അവർ രത്നയുടെ മേൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് രത്നയെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഹൊരഗല്ലുവാണ് എന്ന് പറയുന്നത്. ഷീ ലിസൺസ് ടു ദ
പ്രോബ്ലംസ് ഓഫ് ഹർ കൊളീഗ്സ്. തൻ്റെ സഹപ്രവർത്തകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ അവൾ ചെവി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവളത് ശ്രദ്ധാപൂർവം കേൾക്കുന്നു. ഷീ നെവർ പ്രൊവൈഡ്സ് എനി സൊല്യൂഷൻ ടു ദെയർ പ്രോബ്ലംസ് ആൻഡ് വറീസ്. പിന്നെ അവരുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും യാതൊരുവിധ എന്താ പറയുക സൊല്യൂഷനും പരിഹാരവും ഒന്നും അവൾ രത്ന പറയാറില്ല, ഒരിക്കലും പറയാറില്ല. മോർ ഓവർ, കൂടാതെ ഷീ നെവർ റിവീൽസ് ദ സീക്രറ്റ് ഓഫ് ദെയർ പ്രോബ്ലംസ് ടു എനി വൺ. തൻ്റെ സഹപ്രവർത്തകർ തന്നോട് പറഞ്ഞ രഹസ്യങ്ങൾ ഒരിക്കലും രത്ന മറ്റുള്ള ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാറില്ല, പറയാറില്ല. ഷീസ് ബോൾഡ്, അവൾ ധൈര്യമുള്ളവളാണ്. ആൻഡ് ഷീസ് പൊളൈറ്റ് ആൻഡ് ഹംബിൾ, അവൾ വളരെയധികം മര്യാദയുള്ളവളും വിനയം ഉള്ളവളുമാണ്. ഇത്രയുമാണ് നമുക്ക് രത്ന എന്ന കെയർ സ്കെച്ചിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. നമുക്കിനി അടുത്ത കെയർ സ്കെച്ച് സുധാമൂർത്തീസ് ഗ്രാൻഡ് ഫാദർ. സുധാമൂർത്തി ആരെ നമുക്കറിയാം, 4th ലെസനായ ഹൊരകല്ലു എഴുതിയ എഴുത്തുകാരിയാണ് സുധാമൂർത്തി. അവരുടെ ഗ്രാൻഡ് ഫാദറുടെ കെയർ സ്കെച്ചാണ്, കുറഞ്ഞ പോയിൻറ്റുകൾ മാത്രമേ ഉള്ളൂ. സുധാമൂർത്തീസ് ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. റിട്ടയർഡായ സ്കൂൾ അധ്യാപകനായിരുന്നു സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ. ഹി ഓൾവേസ് സ്പെൻഡ് ഈസ് ലേഷർ ടൈം അണ്ടർ എ ബനിയൻ ട്രീ ഇൻ ദ വില്ലേജ്. അദ്ദേഹം എല്ലായ്പ്പോഴും തൻ്റെ ഒഴിവ് സമയങ്ങൾ അദ്ദേഹം തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലെ തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബനിയൻ ട്രീ ഉണ്ട്, അരയാൽ മരമുണ്ട്, അതിന് ചുവട്ടിൽ ചിലവഴിക്കുമായിരുന്നു. ഹി ലിസൺഡ് ടു ദ വറീസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദ ഇന്നസെൻറ്റ് വില്ലേജസ്. നിഷ്കളങ്കരായ തൻ്റെ ഗ്രാമീണരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ അയാൾ ശ്രദ്ധാപൂർവം കേൾക്കുമായിരുന്നു. ഹി വാസ് എ ലിവിങ് ഹൊരകല്ലു ലൈക്ക് രത്ന. നമ്മൾ നേരത്തെ പറഞ്ഞ രത്നയെ പോലെ തന്നെ അയാളും ജീവിച്ചിരിക്കുന്ന ഒരു ഹൊരകല്ലുവാണ്. ഹി നെവർ പ്രൊവൈഡഡ് എനി സൊല്യൂഷൻസ് ടു ദെയർ വറീസ്. അവരുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും യാതൊരുവിധ പരിഹാരവും അദ്ദേഹം തയ്യാറാക്കി കൊടുത്തിരുന്നില്ല. അദ്ദേഹം അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കും. അതോടുകൂടി അത് പറയുന്ന ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയുന്ന ആളുകൾക്ക് അതവർക്ക് പകുതിയായി കുറഞ്ഞു പോവുകയും ചെയ്യും. ഹി വാസ് കൈൻഡ്, അദ്ദേഹം ദയാലുവും ആൻഡ് ഹെൽപ്ഫുൾ, എല്ലാവരെയും സഹായിക്കാനുള്ള മാനസികാവസ്ഥ ഉള്ള ആളുമായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ 6th ലെസണായിട്ട് വരുന്ന അമിഗോ ബ്രദേഴ്സ്. അമിഗോ ബ്രദേഴ്സിലെ 2 ക്യാരക്ടറുകളുണ്ട്. അതിലൊന്നാമത്തെ ക്യാരക്ടറാണ് ആൻ്റോണിയോ ക്രൂസ്. ആൻ്റോണിയോ ക്രൂസിൻ്റെ ക്യാരക്ടറാണ് പഠിക്കാനുള്ളത്. ആൻ്റോണിയോ ക്രൂസ് വാസ് എ 17 years ഓൾഡ് ബോയ്. ആൻ്റോണിയോ ക്രൂസ് 17 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ഹി വാസ് ബോൺ ആൻഡ് ബ്രോഡ് അപ്പ് ഇൻ എ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹട്ടൻ. അയാൾ ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ മാൻഹട്ടൻ എന്ന പ്രദേശത്തിൻ്റെ ലോവർ ഈസ്റ്റ് സൈഡിലാണ്, അല്ലെങ്കിൽ ലോവർ ഈസ്റ്റിലാണ് അയാൾ ജനിച്ചു വളർന്നതും. ഫെലിക്സ് വർഗാസ് വാസ് ഹിസ് ക്ലോസ് ഫ്രണ്ട്. ഫെലിക്സ് വർഗാസ് ആയിരുന്നു അയാളുടെ ഏറ്റവും ഉറ്റ ചങ്ങാതി. ആൻ്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. ആൻ്റോണിയോ ഫെയർ, അയാൾ പിന്നെ വെളുത്തവനും മെലിഞ്ഞവനും അതുപോലെ തന്നെ ലാങ്കിയുമായിരുന്നു. ഹിസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. ഈ വരിയുടെ മീനിങ് പറയുന്ന മുമ്പായിട്ട് നമുക്ക് ലാങ്കി എന്ന ആ വേർഡിൻ്റെ മീനിങ് നീണ്ടു മെലിഞ്ഞ എന്നർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ ആൻ്റോണിയോ വെളുത്തവനും നീണ്ടു മെലിഞ്ഞവനുമായിരുന്നു. ഹിസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. അവനെല്ലായ്പ്പോഴും അവൻ്റെ തലമുടി നെറ്റിയുടെ മുകളിലൂടെ മുഖത്തേക്ക് തൂക്കിയിട്ടിരുന്നു. ആൻഡ് ഹിസ് ആംബിഷൻ ഇൻ ലൈഫ് വാസ് ടു ബിക്കം എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ലൈറ്റ് വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആയിത്തീരുക എന്നുള്ളതായിരുന്നു അവൻ്റെ എക്കാലത്തെയും വലിയ ആഗ്രഹം. ഹി വാസ് എ മാൻ ഓഫ് ഹാർഡ് വർക്ക്. അവൻ ശരിക്കും കഠിനമായി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹി പ്രാക്ടീസ്ഡ് വെൽ ഇൻ ഓർഡർ ടു അറ്റൈൻ ഹിസ് ഡ്രീം ഇൻ ലൈഫ്. തൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവൻ നന്നായി പ്രാക്ടീസ് ചെയ്തു. ഹി കെപ്റ്റ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇൻ ഹിസ് ലൈഫ്.
അവൻ തൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവായ ക്രിയാത്മകമായ ഒരു സമീപനം, ഒരു ഔട്ട്ലുക്കാണ് അവൻ വെച്ച് പുലർത്തിയത്. ഹി വാസ് വെരി കോമ്പറ്റേറ്റീവ്. അവൻ വളരെയധികം മത്സരബുദ്ധിയുള്ള ആളായിരുന്നു. ഹി ഫോട്ട് വിത്ത് ഹിസ് ഫ്രണ്ട് ഫെലിക്സ്. തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഫെലിക്സുമായിട്ട് അവന് പോരാടേണ്ടി വന്നു. അവൻ ബോക്സിംഗ് മത്സരത്തിൽ അവൻ പോരടിച്ചു. ബോത്ത് ഓഫ് ദം വൺ ദ ട്രോഫി ഓഫ് ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ അവർ രണ്ടുപേരും മത്സരത്തിൽ ഒരാളും വിജയിച്ചില്ല എന്ന് പറയാം. പക്ഷെ അവർ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിൽ അവർ ട്രോഫി നേടി, അവർ വിജയിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് അതേ ലെസൺ തന്നെയുള്ള രണ്ടാമത്തെ ക്യാരക്ടർ സ്കെച്ചാണ് ഫെലിക്സ് വർഗാസ്. ഓക്കെ, ഫെലിക്സ് വർഗാസിൻ്റെയും ആൻ്റോണിയോ ക്രൂസിൻ്റെയും ക്യാരക്ടർ സ്കെച്ചുകൾ തമ്മിൽ കുറേ സമാനതകളുണ്ട്, സാമ്യങ്ങളുണ്ട്. അതുകൊണ്ട് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 വാക്യങ്ങൾ മാത്രം അഡീഷണലായി പഠിക്കാണ്ടാവുള്ളൂ. രണ്ട് ക്യാരക്ടർ സ്കെച്ചും ഒരുമിച്ച് പഠിക്കാവുന്നതാണ്. ഫെലിക്സ് വർഗാസ് വാസ് എ 17-year-old ബോയ്. ഫെലിക്സ് വർഗാസ് ആരായിരുന്നു? ഒരു 17 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ഓക്കെ, ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാട്ടൻ. അവൻ മാൻഹാട്ടൻ്റെ ലോവർ ഈസ്റ്റ് സൈഡിലാണ് അവൻ ജനിച്ചതും വളർന്നതും. ഇതേ വാചകം തന്നെയാണ് ആൻ്റോണിയോ ക്രൂസിൻ്റെയും ക്യാരക്ടർ സ്കെച്ചിൽ കൊടുത്തിരിക്കുന്നത്. ആൻ്റോണിയോ ക്രൂസ് വാസ് ഹിസ് ക്ലോസ് ഫ്രണ്ട്. ആൻ്റോണിയോ ക്രൂസ് അവൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഫെലിക്സ് എന്തായിരുന്നു? അവൻ കറുത്തവനും നീളം കുറഞ്ഞവനും ഹസ്കി, തടിച്ചു കുറുകിയവനൊക്കെ ആയിരുന്നു അവൻ. ഹി ഹാഡ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. നാച്ചുറൽ ആഫ്രോ സ്റ്റൈലിൽ ചീകിയ കറുത്ത മുടിയുള്ള ആളായിരുന്നു അവൻ. ഹിസ് ആംബിഷൻ ഇൻ ലൈഫ് വാസ് ടു ബിക്കം എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ബോക്സിംഗ് മത്സരത്തിൽ ലോകത്തിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യനായി തീരുക എന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം. ഹി വാസ് എ മാൻ ഓഫ് ഹാർഡ് വർക്ക്. ജീവിതത്തിൽ കഠിനമായി അധ്വാനം ചെയ്യുന്ന ഒരാളായിരുന്നു അവൻ. ഹി പ്രാക്ടീസ്ഡ് വെൽ ഇൻ ഓർഡർ ടു അറ്റൈൻ ഹിസ് ഡ്രീം ഇൻ ലൈഫ്. തൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവൻ നന്നായി പ്രാക്ടീസ് ചെയ്തു. ഹി കെപ്റ്റ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇൻ ഹിസ് ലൈഫ്. തൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായ ഒരു ഔട്ട്ലുക്ക്, ക്രിയാത്മകമായ ഒരു സമീപനമാണ് അവൻ വെച്ച് പുലർത്തിയത്. ഹി വാസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് ആൻ്റോണിയോ ക്രൂസ്. അവൻ ആൻ്റോണിയോ ക്രൂസിൻ്റെ വളരെ ഉറ്റ ചങ്ങാതിയായിരുന്നു. ഹി വാസ് എൻ അമിഗോ ബ്രദർ ഓഫ് ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻ്റോണിയോ ക്രൂസ്. ആൻ്റോണിയോ ക്രൂസിൻ്റെ ഒരു അമിഗോ ബ്രദർ കൂടിയായിരുന്നു. അമിഗോ എന്ന് പറഞ്ഞാൽ ക്ലോസ്, ഏറ്റവും അടുത്ത എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ഡിയർ. അടുത്ത സഹോദരൻ കൂടിയായിരുന്നു അവൻ. ഹി ഗെയ്വ് ഇമ്പോർട്ടൻസ് ടു ഫ്രണ്ട്ഷിപ്പ്. അവൻ പ്രാധാന്യം നൽകിയത് സൗഹൃദത്തിനാണ്. മത്സരത്തിൽ വിജയിച്ച് തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനേക്കാളും കൂടുതൽ അവൻ പ്രാധാന്യം നൽകിയത് തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പിനാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് 7th ലെസണിലെ ദി അവർ ഓഫ് ട്രൂത്ത് എന്ന ഒരു ഡ്രാമയുണ്ട്. ആ ഡ്രാമയിലെ റോബർട്ട് ബോൾവിൻ എന്ന ക്യാരക്ടർ സ്കെച്ചാണ്. റോബർട്ട് ബോൾവിൻ എന്ന ക്യാരക്ടർ സ്കെച്ചും വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാം. റോബർട്ട് ബോൾവിൻ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ പ്ലേ ദി അവർ ഓഫ് ട്രൂത്ത്. ദി അവർ ഓഫ് ട്രൂത്ത് എന്ന ഈ ഡ്രാമയിലെ മുഖ്യ കഥാപാത്രം, കേന്ദ്ര കഥാപാത്രം ആണ് ആര്? റോബർട്ട് ബോൾവിൻ. ഹി വാസ് അൻ എംപ്ലോയി ഇൻ എ ബാങ്ക്. അയാൾ ഒരു എംപ്ലോയിയാണ്, ബാങ്കിലെ ഒരു ജീവനക്കാരനാണ് അയാൾ. ഹി വാസ് എ മാൻ ഓഫ് ട്രൂത്ത്. അയാൾ സത്യം മുറുകെ പിടിക്കുന്ന, ജീവിതത്തിൽ മുഴുവൻ സത്യം മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹി വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി ഓഫേർഡ് ബൈ ഹിസ് ഫ്രണ്ട് ഗ്രഷാം. തൻ്റെ സുഹൃത്തായ ഗ്രഷാം ഓഫർ ചെയ്ത ആ ബ്രൈബ് മണി, കൈക്കൂലി പണം പോലും സ്വീകരിക്കാൻ അയാൾ തയ്യാറായില്ല. ഹി വാസ് ദ ഓൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഗ്രഷാം അറ്റ് ദി കോർട്ട്. കോടതിയിൽ ഗ്രഷാമിനെതിരായിട്ടുള്ള കേസിൽ ഒരേ ഒരു വിറ്റ്നസ് ആയിരുന്നു, സാക്ഷിയായിരുന്നു അയാൾ. ഹി സ്റ്റുഡ് ഫേം ഫോർ ഹിസ് ട്രൂത്ത്ഫുൾനെസ്.
തൻ്റെ സത്യത്തിനു വേണ്ടി, താൻ മുറുകെ പിടിക്കുന്ന സത്യത്തിനു വേണ്ടി അയാൾ നിലകൊണ്ടു, ഉറച്ച രീതിയിൽ നിലകൊണ്ടു. The members of his family prompted him to accept the bribe money offered by Gresham. ഗ്രഷാം നൽകിയ ആ ബ്രൈബ് പണം, അഥവാ കൈക്കൂലി പണം സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾ അയാളെ പ്രൊംപ്റ്റ് ചെയ്തു, അയാളെ പ്രേരിപ്പിച്ചു, നിർബന്ധിച്ചു. പക്ഷേ അയാൾ സ്വീകരിച്ചോ? ഇല്ല എന്നാണ് പറയേണ്ടത്. ഹി വാസ് വെരി ഓണസ്റ്റ്. അയാൾ അത്രയും സത്യസന്ധനായിരുന്നു. ഹി ഗോട്ട് എ ഗുഡ് ഓഫർ. അയാൾക്ക് നല്ലൊരു ഓഫർ കിട്ടി. ഈ കഥയുടെ അല്ലെങ്കിൽ നാടകത്തിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കുന്ന അയാൾക്ക് നല്ലൊരു ഓഫർ കിട്ടി എന്നുള്ളതാണ്. മാർഷൽ ഓഫേർഡ് ഹിം എ ഗുഡ് പൊസിഷൻ ഇൻ തേർഡ് നാഷണൽ ബാങ്ക് എന്ന ബാങ്കിൽ അദ്ദേഹത്തിന് നല്ല ഒരു സ്ഥാനം, ഒരു ജോലി തന്നെ ആ ബാങ്കിൻ്റെ ഡയറക്ടറായ മാർഷൽ ഓഫർ ചെയ്തു. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി. അയാൾ തൻ്റെ ജീവിതത്തിലുടനീളം കാണിച്ച സത്യസന്ധതയ്ക്കുള്ള ഒരു റിവാർഡായിരുന്നു, ഒരു പ്രതിഫലമായിരുന്നു അത്. ഓക്കെ, ഇതോടെ നമുക്ക് പ്രധാനപ്പെട്ട കെയർ സ്കെച്ചുകൾ ഇവിടെ അവസാനിക്കുകയാണ്.